മധ്യകേരളത്തിലും വടക്കൻ ജില്ലകളിലും മഴ, 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. 1-ാം തീയതി വരെ മഴ തുടരും. വിശദാംശങ്ങളുമായി അശ്വതി AT ചേരുകയാണ്. അശ്വതി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ അവിടെ ഒരു മഴ ഉണ്ട് എന്ന് തോന്നുന്നില്ല അല്ലേ? എന്തായാലും എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്? ഐശ്വര്യ, ഈ കർക്കിടക മാസമാണെങ്കിലും മൺസൂൺ കാലമാണെങ്കിലും മഴ കൃത്യമായിട്ട് ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഒരു വേനൽക്കാലത്തിന്റെ പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നു മുതൽ മഴ കനക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയും പലയിടങ്ങളിലും ശക്തമായ മഴയുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ ഉള്ള ഈ ഒരു മണിക്കൂറിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അത് പ്രത്യേകിച്ച് തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ ആണ് ഈ ഒരു മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. കാറ്റാണ് മിക്കവാറും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് അത് കരുതിയിരിക്കണം എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അത് ഓഗസ്റ്റ് 1 വരെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റിലേക്ക് അതിന്റെ സ്പീഡ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ചില അവസരങ്ങളിൽ ഇത് 60 കിലോമീറ്റർ വരെ ആകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ കാറ്റിനെ കരുതിയിരിക്കണമെന്നതാണ്. മറ്റൊന്ന് ഇടിമിന്നലാണ്. ഇടിമിന്നലും ഇടിയോടുകൂടിയ മഴയുണ്ടാകാനുള്ള സാധ്യത പലയിടങ്ങളിലുമുണ്ട്. അതുകൊണ്ട് അക്കാര്യങ്ങളിലും ജാഗ്രത വേണമെന്നാണ് മുന്നറിയിപ്പുള്ളത്. മോശം കാലാവസ്ഥയെ തുടർന്ന് 30 മുതൽ ഓഗസ്റ്റ് 1 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പ്രത്യേക മുന്നറിയിപ്പും ഈ മഴ മുന്നറിയിപ്പിലൂടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നു. എന്തായാലും ഇന്ന് ഇപ്പോൾ കൊച്ചിയിലൊക്കെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ്. ഇന്ന് പുലർച്ചെ നല്ല മഴയുണ്ടായിരുന്നു. ഇന്നലെ ഇടവിട്ടുള്ള മഴയായിരുന്നു കൊച്ചിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ വീണ്ടും കാലാവസ്ഥ ശക്തി പ്രാപിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.